ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടുവൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു വരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരക്കപ്പ് മല്ലിയില കട്ട് ചെയ്തത്, അരക്കപ്പ് പുതിനയില, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 2 തക്കാളി, ഇതൊക്കെയായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യാൻ വിചാരിക്കുന്നത് ആ പാത്രത്തിൽ തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇതിലോട്ട്, ഈ ഒരു മസാലകളൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ചിക്കനിൽ ഇതൊക്കെ നന്നായിട്ടൊന്ന് എന്താ പറയുക, തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും ഒക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. വലിയ പണിയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഈ ഒരു മാരിനേഷനൊക്കെ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് കുക്കായി കിട്ടുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ അല്ല 3 ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടത് നമ്മൾ മന്തിക്കൊക്കെ ചേർക്കുന്ന മസാലയില്ലേ, അറബിക് മസാല, അതാണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തതാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. കഴിഞ്ഞ ഒരു മധുഹൂത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3 ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാല പൗഡർ, പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണൊക്കെ വലിയ ജീരകയില്ലേ അത് പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂണൊക്കെ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 2 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ. ഒരു ഫുൾ ചിക്കനല്ല, അപ്പോൾ എന്തായാലും ഇതൊക്കെ വേണ്ടി വരും, അത്ര വലിയ എരിവൊന്നുമില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വിനാഗിരിയില്ലേ, അത് 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങൻ്റെ നീര് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തത്. വിനാഗിരി ചേർത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലില്ലേ അത് ചേർത്ത് കൊടുക്കുക. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ചിക്കന് വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ഒരു മസാലകളെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സിംഗ് ആണ് കേട്ടോ ഏറ്റവും പ്രധാനം. നന്നായിട്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കുക എല്ലാ ഭാഗത്തും. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഫുൾ ചിക്കൻ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുത്താലും മതി കേട്ടോ. എങ്ങനെയായാലും നല്ല ടേസ്റ്റാണ്, വലിയ പണിയൊന്നുമില്ല. പക്ഷേ ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഗ്രേവിയോട് കൂടി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പൊറോട്ടൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ ഈ ഒരു ഇഫ്താറിനും നമുക്ക് രാത്രി ഫുഡിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഉണ്ടാക്കാൻ വലിയ പണിയുമില്ല. അപ്പോൾ നിങ്ങൾ ഈ മസാലയൊക്കെ ഇടുന്ന മുന്നേ തന്നെ ഫോക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തു കേട്ടോ. ഞാനത് മറന്നു പോയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴും മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് കിട്ടുക. അപ്പോൾ ഞാനത് പിന്നെയാണ് ഓർമ്മ വന്നത്, അതാണ് ഞാൻ പിന്നീട് ഫോക്ക് വെച്ച് കുത്തി കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു മസാലയൊക്കെ ഉള്ളിൽ പിടിച്ചിട്ട് ഫുൾ ചിക്കനല്ലേ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് ആയി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. നിങ്ങൾ ഫ്രീസറിലാണ് വെക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ആയി കിട്ടും. ടൈം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തായാലും ഒരു 2-2.5 മണിക്കൂറെങ്കിലും ഇങ്ങനെ തന്നെ തേച്ച് വെക്കുക കേട്ടോ ഫ്രിഡ്ജിൽ. ഒരു എത്ര സമയം വെക്കുന്നോ അത്രയും നന്നായിരിക്കും. 3 മണിക്കൂറായാലും 4 മണിക്കൂറായാലും അത്രയും നല്ലതാണ്. കാരണം നന്നായിട്ട് തന്നെ മസാല പിടിച്ച് കിട്ടുമല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എത്രത്തോളം വെക്കാൻ പറ്റും അത്രയും നല്ലതാണ്. നന്നായിട്ട് തന്നെ മസാല പിടിച്ച് കിട്ടും. ഇനി ഇത് നമുക്ക് നേരെ എന്താ പറയുക, പുറത്തെടുത്തിട്ട് നേരെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏതിലാണോ കുക്ക് ചെയ്യാൻ വിചാരിക്കുന്നത് ആ ഒരു പാനിൽ തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ.
ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട കേട്ടോ, ചിലപ്പോൾ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയത്തിലും കുറച്ച് കുറവ് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഫ്ലെയിം. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇടയ്ക്കിടെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വേറെ പണിയൊന്നുമില്ല, ഇതൊന്ന് വെന്ത് കിട്ടേണ്ട ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ശ്രദ്ധ എന്തായാലും ഇതിലോട്ട് തന്നെ വേണം. അപ്പോൾ ഒരു ഭാഗം കൂടി ഒന്ന് കുക്കാവുന്ന സമയത്ത് ഞാൻ അതിന് മുന്നേ കുറച്ചൊരു 10-25 കാഷ്യൂ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ. അപ്പം അത് ഇതിലോട്ടൊന്ന് അരച്ച് ഒഴിക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്ന ടൈമിൽ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഒരു കാഷ്യൂ നന്നായിട്ട് തന്നെ അരച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കാഷ്യൂ പേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്യുക, കാഷ്യൂൻ്റെ എണ്ണമൊന്നും കുറക്കണ്ട. കഴിയുന്നതും ഒരു 10-25 എണ്ണം തന്നെ ഇങ്ങനെ എന്താ പറയുക പേസ്റ്റാക്കി എടുക്കാൻ ശ്രമിക്കുക. ഏകദേശം ഒരു 50 ഗ്രാം എന്തായാലും ചേർക്കുക കേട്ടോ, എന്തായാലും ഫുൾ ചിക്കൻ അല്ലേ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ ചെറിയ പീസാക്കിയിട്ട് കുറച്ച് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്തായാലും ഇതിൽ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും ഈ ഒരു കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ. ഇനി വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കാണുന്നില്ല, ഒരു തുള്ളി പോലും വെള്ളമാക്കണ്ട കേട്ടോ, അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന് നല്ലൊരു ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ എന്താ പറയുക മറക്കണ്ട, ഇടയ്ക്കിടെ അങ്ങനെ ചെയ്ത് കൊടുക്കുക, പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുക. അതൊക്കെ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ, വേറെ പണിയൊന്നും ഇതിനില്ല. അപ്പോൾ അതേ ആകുലൊരു ഗ്രേവിയൊക്കെ അതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ഇടയ്ക്കിടെ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു എന്താ പറയുക റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇങ്ങനെ ഫുൾ ചിക്കൻ തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മൾ കറി ഉണ്ടാക്കുന്ന ആ ഒരു കുറച്ചൊരു വലിയ പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഏകദേശം നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങളുടെ ചിക്കന് കുറച്ച് വലുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വേവിരിക്കും, കുറച്ച് ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ എന്തായാലും ചിക്കൻ വേവുമ്പം നിങ്ങൾക്കറിയാലോ, എന്തായാലും പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം കേട്ടോ, അപ്പോഴാണ് അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതേ നമ്മുടെ ചിക്കന് അടിപൊളിയായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സേവിങ് ഡിഷിലോട്ട് മാറ്റുന്ന ടൈമിൽ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക, ആ ഒരു ചിക്കൻ പൊട്ടിപ്പോവാതെ നോക്കുക. കാരണം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു ടൈമിൽ തന്നെ. അപ്പം അത് എടുക്കുമ്പോൾ മെല്ലെ എന്താ പറയുക ശ്രദ്ധിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ലെഗ് പീസൊക്കെ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ആ ഒരു ഗ്രേവി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പൊറോട്ടക്കും ചപ്പാത്തിക്കും അതുപോലെ തന്നെ നമ്മുടെ നെയ്ച്ചോറിനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.